ഹായ് ഹലോ വിബൂസ് ഫാമിലി വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മനസ്സ് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാകും. കല്യാണി എന്ന് പറയുന്ന 3 വയസ്സുകാരിക്ക് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അതും പുറത്തുനിന്ന് ആരുടെയും ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റല്ല, സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റാണ്. വീട്ടിലുള്ളവരായാലും നാട്ടിലുള്ളവരായാലും പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്നൊക്കെ ആയാലും എല്ലാവരുടെ കയ്യിൽ നിന്നും സംരക്ഷിക്കേണ്ട ആ അമ്മ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇതുവരെയും സന്ധ്യ, കല്യാണിയുടെ അമ്മ, തുറന്നു പറയാനായിട്ട് തയ്യാറായിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ കൊന്നു എന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിത് എന്താണ് അപ്പോൾ ഇങ്ങനെ പോയിന്ന് പറയണേ. അപ്പം എൻ്റെ മൂത്ത മോള് കൂടി ഉണ്ടായിരുന്നു. നീ കാര്യം പറ, കൊച്ചെവിടെയെന്ന് പറ, കൊച്ചെവിടെയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തോ പറയൂല. തല്ലും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ ദേഷ്യം കയറി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവൻ തല്ലാൻ വരും, എന്നെ കുരക്കിന് പിടിക്കും, അടിക്കും, പല്ലുവേദന അങ്ങനെയൊക്കെ. ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല എന്താന്നുള്ളത്. ഇപ്പം ഏതൊരു കേസ് കണ്ടുപിടിച്ചാലും ആദ്യം പറയാനുള്ളത് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ്. അതിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതിൻ്റെ വീട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും ചേച്ചിക്കും, അച്ഛനും ചേട്ടനൊക്കെ ഡീസൻ്റാണ്. അമ്മയ്ക്കും ചേച്ചിക്കുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുള്ള ബുദ്ധിമുട്ടില്ല. മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാൾ ആകുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നാണോ? പെട്ടെന്ന് ഇപ്പോൾ ഏതൊരു വലിയൊരു ക്രിമിനൽ കേസായാലും എന്ത് കേസായാലും, അല്ലെങ്കിൽ ഒരു ചെറിയ കേസ് മുതൽ ഒരു വലിയ കേസ് വരെ ഏത് കേസിനായാലും ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു കാര്യം, ശരിക്കും പറയുവാണ്, അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ന്യൂസ് ചാനലിലൊക്കെ വരുന്നതിന് മുന്നേ പൊതുജനങ്ങളായ ഞങ്ങൾ വീട്ടിലിരുന്ന് കാണുമ്പോഴേ പറയാറുണ്ട്, ഇപ്പം പറയാൻ പോകുന്ന കാര്യം ആ പിടിച്ച പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യമായിരിക്കും. ഇത് പറയാത്ത ഒരു ജനങ്ങളും ഉണ്ടാവില്ല. കാര്യം സ്ഥിരമായി ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണിത്, മാനസികാസ്വാസ്ഥ്യം. ഓക്കെ, 13 വർഷമായി സന്ധ്യയുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ 13 വർഷം കൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭർത്താവ് പറയുമായിരുന്നു, ഇങ്ങനൊരു മാനസിക രോഗിയാണ് എൻ്റെ കൂടെ കഴിഞ്ഞത്, എന്നിട്ടും ഞങ്ങൾ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്ന് ഭർത്താവ് തന്നെ പറയുന്നുണ്ട്. ഞാനിവിടെ നിന്ന് എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും മന്ന, ഇനി ഞാൻ ആരും വിളിക്കും. അവനോട് ചോദിച്ചാൽ അവൻ പറയും, സത്യം അവൻ പറയും. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അല്ലാണ്ട് ഞാൻ നുണയൊന്നും പറയാനില്ല. ഞാൻ അവനോട് ഇപ്പോഴാണ് അവൻ്റെ അനിയത്തി മരിച്ചത് 10 മിനിറ്റ് പോലെയുള്ള അവൻ അറിഞ്ഞിട്ട്. അപ്പോൾ അവനോട് തന്നെ ചോദിച്ചു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് കാര്യങ്ങളെല്ലാം ഇവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ടായിരുന്നു, തൻ്റെ ഭർത്താവിൽ നിന്നായാലും വീട്ടുകാരിൽ നിന്നായാലും സ്വന്തം വീട്ടുകാരിൽ നിന്നായാലും. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് ഭർത്താവ് പ്രഷർ ചെയ്തു, ഭർത്താവിൻ്റെ വീട്ടുകാർ പ്രഷർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വസ്തു മേടിക്കൽ, പൈസ മേടിക്കൽ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെണ്ണ് വീട്ടുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ എൻ്റെ കുഞ്ഞിന് ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നോർത്തിട്ട് എങ്ങനെയെങ്കിലും കടം മേടിച്ച്, നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ കടം മേടിച്ചും കൂലിപ്പണിക്ക് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ ഈ മകൾ വന്ന് ചോദിക്കുന്ന ക്യാഷ് ആയാലും വസ്തു ആയാലും ഒക്കെ മേടിച്ചു കൊടുക്കും. സന്ധ്യയ്ക്ക് ഇടയ്ക്ക് 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, ഭർത്താവ് പ്രഷർ ചെയ്തിട്ടാണെന്നും പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് ആവശ്യപ്പെടുകയും അമ്മ അതെങ്ങനെയോ ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് ഭർത്താവ് ആവശ്യപ്പെട്ട ക്യാഷ് ആയിരുന്നില്ല. ആ നാട്ടിലുള്ള മെമ്പർമാരെയും കാര്യങ്ങളെയൊക്കെ വിളിച്ച് നിർത്തിയിട്ട്, പാർട്ടിയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് നിർത്തി ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ സന്ധ്യയും സന്ധ്യയുടെ വീട്ടുകാരും എല്ലാവരും ഇരിക്കവേ, ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നീ ആ ക്യാഷ് ചെന്നിട്ട് നിൻ്റെ അമ്മയുടെ നിന്ന് വാങ്ങിയത് എന്ന് സന്ധ്യയോട് ഭർത്താവ് ചോദിക്കുമ്പോൾ, അപ്പോഴും ഈ കല്യാണിയെ അപായപ്പെടുത്തിയ അതേ നിൽപ്പായിരുന്നു, തലയും കുനിച്ചുള്ള ഒരു നിൽപ്പ് അത് തന്നെയായിരുന്നു അവിടെ. എന്നിട്ട് അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ പറയേണ്ടി വന്നു, ഭർത്താവ് നിർബന്ധിച്ചിട്ടല്ല, ഭർത്താവ് ചോദിച്ചിട്ടല്ല ആ ക്യാഷ്. എങ്കിൽ ആ ക്യാഷ് എന്ത് ചെയ്തു? സ്വന്തം വീട്ടിൽ, സന്ധ്യയുടെ സ്വന്തം വീട്ടിലും അത് തിരക്കുന്നില്ല, ഭർത്താവും ചോദിക്കുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരും ചോദിക്കുന്നില്ല. ആ കുട്ടി ഈ ക്യാഷൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആർക്ക് താല്പര്യമില്ലായിരുന്നു? സന്ധ്യയുടെ അമ്മയ്ക്ക് ആ ക്യാഷ് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ ശരിക്കും സന്ധ്യ എല്ലാവരും പേടിക്കായിരുന്നു എന്നർത്ഥം. ഞാൻ അവരോടൊരു 500 പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു, അവൾ ഇങ്ങനെയൊക്കെ കാണിക്കും. അവൾ അതിൻ്റെ ഇടയ്ക്ക് പോയി അവിടെ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചു വന്നു. ഈ തള്ള കൊടുത്തു വിട്ടു, 1 ലക്ഷം രൂപ കൊടുത്തു വിട്ടു. ഇവിടെ ഇരുന്ന് അവിടെ സ്വർണ്ണം എടുത്ത് അവൾ വിറ്റു. ഇതെല്ലാം ചെയ്ത് തിന്ന് തീർത്തിട്ട് ഞാൻ ചോദിച്ചില്ല ഇത് എന്നാ ചെയ്തതെന്ന് ചോദിച്ചിട്ടില്ല. ഇത് എന്നോട് ഇവിടെ ഒന്ന് ചോദിച്ചു, 1 ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നാ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിൽ നിർത്തി, ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, ശാഖയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. മുമ്പിൽ നിർത്തി ചോദിച്ചു, ഇപ്പം പൈസ മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അവർ മുമ്പിൽ വെച്ച് തന്നെ അവൾ പറഞ്ഞു ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പൈസ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. എന്തിന്? ഒരു മാനസിക രോഗിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, സന്ധ്യയുടെ ഭർത്താവ് പറയുന്നു അല്ല, സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നു അല്ല. ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ സന്ധ്യയുടെ അമ്മ പറയുന്നു
മാനസിക അസ്വാസ്ഥ്യമുള്ള കുട്ടിയായിരുന്നു. ശരി, മാനസിക അസ്വാസ്ഥ്യമുള്ള കുട്ടിയായിരുന്നെങ്കിൽ എന്താണ് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ? ഒരു ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്ന്, ലേറ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുക. അതൊരു മാനസിക അസ്വാസ്ഥ്യമാണോ? ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 30 കുട്ടികളോളം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഈ 10% കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം എന്നില്ല. അവർക്ക് പതിയെ പതിയെ ആയിരിക്കാം മനസ്സിലാക്കിയെടുക്കുക അവർ. ഇതൊരു മാനസികാസ്വാസ്ഥ്യമല്ല. അമ്മ പറയുന്ന ആ സന്ധ്യയുടെ അമ്മ പറയുന്ന ആ ഒരു റീസൺ എന്ന് പറയുന്നത് അതൊരു റീസണേ അല്ല. പെട്ടെന്ന് പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെയാണ്. അവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. എന്തെങ്കിലും പതുക്കെ വായിച്ച് പഠിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ളൂ. പിന്നെ ദേഷ്യം കയറി എന്തെങ്കിലും ഉള്ളപ്പോൾ ദേഷ്യം വന്നത്. ഡോക്ടർമാർ പറഞ്ഞ് ബുദ്ധിയുടെ ഇത്തിരി ഇത് കുറവുണ്ട്, അതിൻ്റെയാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും എടുക്കാനുള്ള ഒരു കഴിവ് ആൾക്കില്ല. നിങ്ങൾ സ്വന്തം മകൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ല എന്ന് പറയുന്ന റീസണാണിത്. മാനസികാസ്വാസ്ഥ്യം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നല്ലേ പറയാൻ പറ്റൂ. മകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വന്നാൽ എന്താ കാണിച്ചു കൂട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്ന്. നല്ല തല്ലിൻ്റെ കുറവാണത്. സന്ധ്യയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷണം കിട്ടിയല്ല വളർന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിട്ടുകൊടുക്കുകയാണ്, അതിൻ്റെ വാശിക്കൊക്കെ വിട്ടുകൊടുത്ത് അതിനെ വല്ലാത്തൊരു പ്രകൃതമാക്കി വേറൊരു കുടുംബത്തേക്ക് പറഞ്ഞയച്ചു. വേറൊരു കുടുംബത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ ഉള്ള ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുക, ഇറങ്ങിപ്പോക്ക്, അപ്പോഴപ്പോഴും ഇറങ്ങിപ്പോവുക, വരിക, കുട്ടികളെ കണ്ടമാനം ഉപദ്രവിക്കുക. ഈ സന്ധ്യ ചെയ്തുകൊണ്ടിരുന്ന, സന്ധ്യ 2 പിഞ്ചോമനകളോട് പെരുമാറിക്കൊണ്ടിരുന്ന രീതി സന്ധ്യയുടെ ചെറുപ്പകാലത്തിലെ സന്ധ്യയുടെ അമ്മ ശീലിച്ച് വന്നിരുന്നെങ്കിൽ സന്ധ്യ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നന്നായി പോയേനെന്ന് എനിക്ക് തോന്നുന്നു. ശിക്ഷണത്തെ പേടിച്ചേനെ നല്ല രീതിയിൽ സന്ധ്യ. പക്ഷെ സന്ധ്യയ്ക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു ഭയപ്പാടുമില്ല. ഇപ്പോൾ പോലും ചെയ്ത തെറ്റിൻ്റെ ആഴവും കാര്യങ്ങളും ഒന്നും സന്ധ്യയ്ക്ക് പ്രശ്നമല്ല. സ്വന്തം മകളുടെ ജീവൻ എടുത്തിട്ട് പോലും ആ ഭർത്താവ് പറയുന്നുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ സന്ധ്യ ഒരു ഭാഗത്ത് നല്ല ഉറക്കമാണ്. എത്രയോ നാളത്തെ പ്ലാൻ ആയിരുന്നിരിക്കണം ഈ ഒരു കാര്യം. അപ്പം അത് നിറവേറിയ സന്തോഷത്തിലാവാം ഉറക്കം പോലും. ഇതിനു മുൻപ് കുട്ടികൾക്ക് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. മൂത്ത കുഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് അനിയത്തി കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ പീഡനം ഒരുപാട് ഏറ്റിട്ടുണ്ടെന്ന് സന്ധ്യയുടെ അമ്മ പറയുന്നു. 13 വർഷം അവിടെ ജീവിച്ചു. തോന്നിയതുപോലെ ഇറങ്ങി പോവുക വരിക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടി ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്താൽ കുഞ്ഞുങ്ങളെ അല്ല, ഒരു കുഞ്ഞിനെ മാത്രം എന്തിനുപദ്രവിക്കണം, ഒരു കുഞ്ഞിനെ മാത്രം എന്തിനില്ലാതാക്കി കളയണം? ഇതൊന്നും അല്ല റീസൺ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്താണ് എന്നുള്ളത് ഒരു ഊഹാപോഹത്തിൽ പറയാനല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രി കിടക്കും. ഞാൻ അങ്ങോട്ട് വെളുപ്പിന് പോയതാണ്. ഞാൻ പോകുമ്പോൾ കൊച്ചിന് ഞാൻ പാൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ആടിനെ കറന്ന് ചായ എന്ന് വെച്ചാൽ അതിന് ജീവന. കുട്ടൂനെ കറന്ന് ചായ വെക്കണം പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്ത് ഇവിടെ നിന്ന് രാവിലെ പോയതാണ്. ഞാൻ ഇന്നലെ എൻ്റെ മോളെ കണ്ടിട്ടില്ല. തലേ ദിവസം വൈകുന്നേരം രാത്രി വന്ന് കഞ്ഞി കോരി കൊടുക്കണത് ഞാനാണ്. ഡെയിലി കഞ്ഞി കോരി കൊടുക്കാൻ പറഞ്ഞ് കഞ്ഞിയും കൊണ്ട് വന്ന് ഞാൻ കോരി കൊടുക്കണം. അവളുടെ അമ്മ തന്നെ എൻ്റെ കൈ കൊണ്ടുവന്ന് കഞ്ഞി തരാറുണ്ട്, ഞാൻ കോരി കൊടുക്കണമെന്ന്. ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവങ്ങൾ അറിയണത്. അവിടെ നിന്ന് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടാണ് എന്നെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. മകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ അവൾ തല്ലിക്കൊന്നു. കാരണം 2 മക്കളെയും കൊണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുപോലെ പോയി ഇവിടെ നിന്ന് ആരോടും പറയാണ്ട് അവൾ ഇറങ്ങിപ്പോകും. അവക്കടെ തള്ള കാശ് കൊണ്ടേ കൊടുക്കും. അവളുടെ ചേട്ടത്തി വിളിച്ചു പറയും. അവൾ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വിളിച്ചു പറയും. അവക്കടെ ചേട്ടത്തി പറയും, നീ അങ്ങ് പോരെ, നീ പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പോരെന്ന് പറയും. ഒരു പ്രാവശ്യം കൊച്ചില്ലാണ്ട് ഒരു പിള്ളേ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പോയി അവിടുത്തെ അച്ഛൻ പറഞ്ഞു വിട്ടു, കൊച്ചില്ലാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു വിട്ടു. ആ കൊച്ചില്ലാണ്ട് വരണ്ടാന്ന് പറഞ്ഞു വിട്ടിട്ട് അവൾ പിറ്റേ ദിവസം കാലത്തെ തന്നെ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയാലും ഞങ്ങളോട് ആരോടും പറയില്ല. പോയി വൈകുന്നേരം ആകുമ്പോൾ വരാറുണ്ട്, പോവാറുണ്ട്. എല്ലാം പറക്കിക്കൊണ്ട് പോവുള്ളൂ. പോകുമ്പോൾ ചട്ടിയും കലവും പാത്രങ്ങളും സർവത്രവും പറക്കിക്കൊണ്ടുപോകും. ഒരു ജോഡി ഡ്രസ്സ് പോലും ഇവിടെ വെക്കൂല, എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞെന്നാന്നറിയാമോ, ഒന്നും അവൻ വാങ്ങിച്ചു കൊടുക്കണില്ല എന്ന് പറയണേ. ആരും ഒന്നും പറയണ്ട, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ ഒന്നും പറയണ്ട, അവൾക്ക് തോന്നണ പോലെ അവളങ്ങ് ചെയ്യും. കാലത്ത് എഴുന്നേറ്റ് കൊച്ചുങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല. അപ്പം ഞാനിവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കൊച്ചുങ്ങൾ ഇവിടെ വന്ന് കഴിക്കും. ഞാൻ അങ്ങനെ വളർത്തിയിട്ടാണ്, ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ വന്നേന്ന് പറയും. അവരുണ്ടാക്കി കൊടുക്കൂല. എല്ലാവരും പോയി കഴിയുമ്പോൾ അവൾക്കുള്ളത് മാത്രം ഉണ്ടാക്കി അവൾ കഴിക്കും. കടയിൽ നിന്നൊരു സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ, ഒരു പലഹാരം മേടിച്ചുകൊണ്ട് വന്നാൽ അവൾ തന്നെ കഴിക്കും. ഇപ്പോൾ കൊച്ചെന്നോട് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്, ഞാൻ വന്നപ്പോൾ പറഞ്ഞു സന്ധ്യാമ്മ മിച്ചർ മേടിച്ചിട്ട് തന്നില്ലാന്ന് പറഞ്ഞു. അവളുടെ അമ്മ കഴിഞ്ഞ ദിവസം കണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടായില്ല. കാശ് കൊടുത്തിട്ട് പോകുമ്പോൾ ആ കാശും കൊണ്ട് പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളിക്കാരത്തി ഇങ്ങനെ തോളിന്തരടിക്കും. നിങ്ങളെ തല്ലി കഴിഞ്ഞാൽ അവൾ അവിടെ നിന്നപ്പോൾ
എല്ലാവരും പറഞ്ഞൊരു കൗൺസിലിംഗ് നടത്തിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാണ് അവർ നടത്തിയത്. സന്ധ്യയുടെ വായിൽ നിന്ന് സന്ധ്യ ചെയ്തു കൂട്ടിയ അതിക്രമം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് സന്ധ്യ തുറന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും അറിയണമല്ലോ പുറലോകം. പോലീസുകാരോട് നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചത്. ഇതുവരെയും ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. എന്തിനാണത് ചെയ്തത് എന്ന് മാത്രം പറയുന്നില്ല. നഴ്സറിയിൽ പുറത്ത് കാത്തിരുന്ന് കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെയും കാത്തിരുന്ന് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് അംഗൻവാടിയിലെ ടീച്ചറോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആലുവയിൽ ചെന്ന് അവിടെ ഏതോ ഒരു സ്ഥലത്ത് ഇരിക്കവേ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഡൗട്ട് തോന്നി. ഓട്ടോ ഡ്രൈവർ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടം വരികയും അയാൾ ഈ ഓട്ടം എടുത്ത് അയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ പെണ്ണും ഒരു കുഞ്ഞും വന്നിരിക്കുന്നു. എന്തായിരിക്കും സംശയം തോന്നിയ സ്ഥിതിക്ക് അവിടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ വിളിച്ച് പറയുകയും ആ കൂട്ടുകാരനോട് ഇവരെ നിരീക്ഷിക്കാൻ പറയുകയും ചെയ്തു. കൂട്ടുകാരൻ ചെന്ന് ഡ്രസ്സിൻ്റെ കളറൊക്കെ ചോദിച്ച് ഇന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി. കൂട്ടുകാരൻ ആ സന്ധ്യയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിൻ്റെ നടയിലായതുകൊണ്ട് അമ്പലം കാണാൻ വന്നതാണെന്നാണ് മറുപടി പറഞ്ഞത്. എന്നിട്ട് വീണ്ടും സംശയത്തോടെയുള്ള ഒരു നോട്ടത്തിനിടയായപ്പോൾ സന്ധ്യ അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ഓട്ടോയിൽ കയറി പോകുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരികെ വീട്ടിൽ വന്ന് കയറുന്നത് വരെ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. മക്കൾ അമ്മമാരെ കൊല്ലുക, അമ്മമാർ മക്കളെ കൊല്ലുക, ഇതെല്ലാം പറയുമ്പോഴും ഒരു കാട്ടാന തന്നെയും അമ്മയെ ആക്രമിക്കാൻ വരുന്നത് കണ്ടിട്ട് കുറച്ച് മുന്നിലേക്ക് ഓടിപ്പോയ മകൻ തിരികെ ഓടി അമ്മയെ ആ കാട്ടാന ആക്രമിക്കുമോ എന്ന് ഭയന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയും സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയും അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമുണ്ട്. സ്വന്തം അമ്മയെ കൺമുന്നിൽ നഷ്ടപ്പെടുമോ എന്നോർത്ത് ഭയത്താലാണ് ഒരു ആനയുടെ മുന്നിലേക്ക് ഓടിപ്പോയത്. ഡയമണ്ട് കപ്പിൾ എന്ന് പറയുന്ന വ്ളോഗേഴ്സിൻ്റെ അതിലെ കുട്ടിയുടെ അനിയൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഒരുപാട് ത്യാഗം സഹിച്ച് മക്കളെ കാക്കുന്ന അമ്മമാരെ അച്ഛന്മാരെ സംരക്ഷിക്കുന്ന മക്കളും ഉണ്ട് ഈ ലോകത്ത്. അവർക്കൊക്കെ ഇടയിൽ ഇതുപോലെ കുറേ ജന്മങ്ങളുണ്ട്. ചിരിച്ചു കളിച്ച് അമ്മയുടെ ഒക്കത്തിരുന്ന് പോയ കുഞ്ഞാണ്. അത് കരുതിയിട്ടുണ്ടാവും അമ്മമ്മ വീട്ടിലേക്ക് പോവുകയായിരിക്കുമെന്ന്. തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് അമ്മ എന്ന് ആ കുഞ്ഞുമകൾ ചിന്തിച്ചിട്ടുണ്ടാവോ? അന്നത്തെ ദിവസം ആ നഴ്സറി ക്ലാസ്സിൽ പാടിയ പാട്ടും അല്ലെങ്കിൽ അന്നത്തെ ദിവസം വിശേഷങ്ങളും ഒക്കെ അമ്മയോട് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല ആ കുഞ്ഞു മനസ്സ്. ഇതെല്ലാം കേട്ടിട്ടും എങ്ങനെയായിരിക്കാം ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാനായിട്ട് സന്ധ്യയ്ക്ക് തോന്നിയത്? പാലത്തിനടുത്തേക്ക് ചെല്ലുമ്പോഴും ആ വെള്ളങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്തി നോക്കുമ്പോഴും തൻ്റെ കുഞ്ഞിതിലേക്ക് വീണുപോയാൽ പെടഞ്ഞു പോകില്ലേ ശ്വാസം മുട്ടിയിട്ടെന്നെങ്കിലും? സന്ധ്യയ്ക്ക് ചിന്തിക്കാനുള്ളൊരു മനസ്സ് ആ സ്പോട്ടിലെത്തുമ്പോൾ ഒരു തിരിച്ചറിവ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന്നും ഈ ലോകത്ത് ഓടിക്കളിച്ച് നടക്കേണ്ടതായിരുന്നില്ലേ? ഭർത്തൃ വീട്ടുകാരുടെ പീഡനം സഹിക്കവെങ്കിൽ സ്വയമേ എന്തെങ്കിലും ചെയ്തു കളയുകയോ മക്കളോട് അത്രമാത്രം സ്നേഹമായിരുന്നെങ്കിൽ നമ്മൾ സ്വയം നശിക്കുമ്പോൾ നമ്മുടെ മക്കളും ഒപ്പം ഉണ്ടായിരിക്കണം എന്നല്ലേ ചിന്തിക്കേണ്ടത്? ഒരു കുഞ്ഞിനെ മാത്രം നശിപ്പിച്ചിട്ട് കല്ല് പോലെ നിൽക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? നീ എല്ലാ കാര്യത്തിനും തീരുമാനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ സന്തോഷപ്രകാരം വിളിച്ച് നിർത്തുക ഈ പ്രാവശ്യം ലാസ്റ്റായിട്ട്. എന്നോട് ഇവൻ വരെ പറഞ്ഞു, ചോദിച്ചു നോക്ക് അവൻ എന്താ പറഞ്ഞു ചോദിച്ചു നോക്ക്. എന്താണ് കാശി നീ പറഞ്ഞ അച്ഛൻ ലാസ്റ്റ് വിളിച്ച് നിർത്തിയപ്പോ ഇവിടെ നിർത്തണ്ടെന്ന്? അതേപോലെ പിള്ളേർ വരെ എന്നോട് പറഞ്ഞതാ, പക്ഷെ എന്നിട്ട് ഞാൻ നിർത്തിയതാ. പക്ഷെ അത് കാരണം എൻ്റെ ഒരു കൊച്ചിനെ പോയി. 1-2 കേസുകൾ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നശിപ്പിച്ച്. അതൊക്കെയാണോ സന്ധ്യയുടെ ഇൻസ്പിറേഷൻ? മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത ഒരു അമ്മമാരുടെ കഥയും സന്ധ്യ കേട്ടിട്ടില്ലേ? സ്വന്തം അമ്മയെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നല്ലോ. 2 പെൺമക്കളെ വളർത്തിയെടുത്തു. ആ പെൺമക്കളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരു അമ്മയാണ് സന്ധ്യയുടെ അമ്മ. എൻ്റെ അമ്മ എന്നെ എങ്ങനെ വളർത്തി അതുപോലെ എൻ്റെ കുഞ്ഞിനെയും വളർത്തും. അങ്ങനെ ചിന്തിക്കുന്നതിനും പകരം നശിപ്പിച്ച് കളഞ്ഞ എന്താണ് കിട്ടിയത്? നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കോ തലയിൽ വെച്ച പേലിരിക്കോ എന്നൊക്കെ പറഞ്ഞാണ് ഓരോ മക്കളെ വളർത്തിയെടുക്കുന്നത്. ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്? അതിൻ്റെ നെഞ്ചത്ത് ഇടയ്ക്ക് ദേഷ്യം കയറി അതിൻ്റെ നെഞ്ചത്ത് അടിച്ചിട്ട് അതിൻ്റെ ആ നെഞ്ചൊക്കെ നല്ലോണം വീർത്ത് നീരടിച്ച് വന്ന സമയത്ത് മൂത്ത കുട്ടി അച്ഛനോട് പറയുകയാണ്, അമ്മ അനിയത്തി കുട്ടിയെ തല്ലുന്നുണ്ട്, നല്ല രീതിയിൽ ഞങ്ങളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ അമ്മ വേണ്ട എന്ന് വരെ ആ മൂത്ത മകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ടോർച്ചും കൊണ്ട് തലക്കെട്ടടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ എൻ്റെയും തലക്കെട്ടടിച്ചിട്ടുണ്ട്. സ്ഥിരം എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അനിയത്തിയുടെ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇവിടെ 5 പേരുടെ പാട് വന്നതാ ഒരു ദിവസം. അതും പറഞ്ഞ് ക്ഷമിച്ച് കളയാൻ പറയും. അതെനിക്കറിയില്ല, വെറുതെ ഇന്ന് ദേഷ്യം എന്നോടും വെറുതെ ദേഷ്യ. അപ്പോഴും ഇതെല്ലാം ക്ഷമിച്ച് കളയേ അമ്മയല്ലേ, അമ്മയെ നമ്മുടെ ഒപ്പം നിർത്താമെന്ന് പറഞ്ഞ ഒരു ഭർത്താവ് സന്ധ്യയ്ക്കുണ്ട്. ആ ഭർത്താവിനെ കുറിച്ചാണ് ഇല്ലായ്മ പറയുന്നത്. ഭർത്താവ് ഭയങ്കരമായി ഉപദ്രവിക്കാറുണ്ടെന്നൊക്കെ അയാൾ തന്നെ ന്യൂസ് ചാനലിനോട് തുറന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒക്കെ കവിളിലൊക്കെ പിടിക്കേണ്ടി താടിയിലൊക്കെ പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലും കുഞ്ഞുങ്ങളെ കണ്ടമാനം ഉപദ്രവിച്ചത് കൊണ്ട് മാത്രമാണ്.
അത്രയെങ്കിലും ആ ഭർത്താവ് ചെയ്തത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവും. സ്വന്തം കുട്ടികളെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട്. അച്ഛൻ പോലും ഒരു വടിയെടുത്താൽ കുഞ്ഞുങ്ങളെ തല്ലാറില്ല. അത്രയും അക്രമവാസനയുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ശകാരിച്ചെന്നിരിക്കാം, വഴക്ക് പറഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ ഒരു അടി കൊടുത്തെന്നിരിക്കാം. പക്ഷേ അങ്ങനെ പോലും ആർക്കും ചെയ്യേണ്ടി വന്നിട്ടില്ല. അനിയത്തിക്കുട്ടിയോട് അത്രമാത്രം സ്നേഹത്തിലാണ് ആ സഹോദരനും. അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഈ അമ്മയുടെ ഈ ഭ്രാന്തമായ പ്രവൃത്തികൾ ആ കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് സന്ധ്യാമ്മ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരു പൊതുസ്ഥലത്ത് പറയേണ്ടി വന്നത് അവർക്ക്. സ്വന്തം അമ്മയെ വേണ്ട എന്ന് പറയണമെങ്കിൽ ആ അമ്മ ആ കുട്ടികളോട് എന്തുമാത്രം ഭയപ്പെടുത്തുന്ന രീതിയിലാവും ആ കുട്ടികളോട് പെരുമാറിയിട്ടുണ്ടാവുക അങ്ങനുണ്ട്. അതിനെ ഉപദ്രവമാണ്, മകളെ മാത്രമല്ല. ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യ വീട്ടുകാരെയും, ഭാര്യ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നുണ്ട്. എന്തായിരുന്നു സന്ധ്യയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഈ രണ്ട് വീട്ടുകാരും ശ്രമിച്ചില്ല. സന്ധ്യ കുറേയധികം ദേഷ്യപ്പെട്ട് വയലൻ്റ് ആകുമ്പോൾ അങ്ങ് വിട്ടേക്കാം, സ്വയം തന്നെ അങ്ങ് മാറിക്കോട്ടെ, അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? എന്താണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും ആ ഒരു ആളി കത്തുന്ന ആ ഒരു പ്രകൃതം ശാന്തമാകാതിരിക്കില്ല. നേരം എന്താണ് സംഭവിച്ചതെന്ന് മയത്തിലൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സന്ധ്യയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടുകാർ രണ്ട് കൂട്ടരും അതിന് ശ്രമിച്ചിട്ടില്ല. സന്ധ്യ എന്തായിരുന്നു എന്ന് പോലും ഈ രണ്ട് വീട്ടുകാർക്കും അറിയില്ല. സന്ധ്യയുടെ തോന്നിയ പാടിന് ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു. അത് കേട്ടിട്ട് മനസ്സ് വിഷമിച്ചൊരു ഭാഗത്തിരിക്കുന്ന അല്ലാതെ അതിനുള്ള റീസൺ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. സന്ധ്യ കുറേ ക്യാഷ് വന്ന് ചോദിക്കുന്നു, അത് കൊടുത്തിട്ട് അതെങ്ങനെ ചിലവാക്കി, അത് സന്ധ്യ സ്വയം ചിലവാക്കിയതാണെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും ആരും അറിയാൻ ശ്രമിച്ചില്ല. സന്ധ്യ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളിൽ വളം വെച്ച് കൊടുക്കുകയായിരുന്നു ഈ രണ്ട് വീട്ടുകാരും എന്ന് ഞാൻ പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടാവുമോ? കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു മാനസിക രോഗിയാണ് സന്ധ്യയെങ്കിൽ സന്ധ്യയെ കൊണ്ടുവന്ന് ചികിത്സിക്കുകയായിരുന്നു വേണ്ടത്. സന്ധ്യയെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് വേണം ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോലും സന്ധ്യയെ കൊണ്ടുപോകാനായിട്ട്. അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാനസിക രോഗിയാണ്, മാനസിക അസ്വസ്ഥമുള്ള ആളാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും രോഗം നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ അതിന് തക്ക രീതിയിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കുകയോ അതിനൊന്നും ആർക്കും നേരമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താനായിട്ട് പതിയിരുന്ന ഒരാളാണ് സ്വന്തം അമ്മ. ഈ എലിവിഷം കൊടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഈ എലിവിഷം കൊടുത്ത സംഭവം തന്നെ ആ മൂത്ത കുട്ടി തിരിച്ചറിഞ്ഞപ്പോൾ ഐസ്ക്രീമിൽ വിഷം കലർത്തിയ കൊടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇളയ കുഞ്ഞിനെ കൊണ്ട് ഓടുന്നതിനിടയ്ക്ക് ടോർച്ച് കൊണ്ട് തലയിലടിച്ചു. രണ്ടുപേരെ അടിച്ചു. സന്ധ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെങ്കിലും ആ കുഞ്ഞുങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. സന്ധ്യയ്ക്ക് ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ പാകത്തിന് നിങ്ങളും വിട്ടുകൊടുക്കുകയായിരുന്നില്ലേ? ഒരു തരത്തിൽ, അറിഞ്ഞുകൊണ്ടെന്നല്ല, ഒരു തരത്തിൽ. എന്തെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ചത് അതൊരു മാപ്പർഹിക്കാത്തൊരു കാര്യമാണ്. എത്ര മക്കൾ ഇതുപോലെ ഭയപ്പാടിലും എപ്പോഴെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഓർത്ത് ഓരോ വീട്ടിലും കഴിയുന്നുണ്ടാവും. ഈ കല്യാണിക്കുട്ടിക്ക് ഉണ്ടായ ഒരു ദുരന്തം ഒരു മക്കൾക്ക് ഉണ്ടാകരുതേ. ഓരോ കുഞ്ഞുങ്ങളും സന്ധ്യയുടെ ശിക്ഷാവിധി കാത്തിരിക്കുകയാണ്. നാളെ ഇതുപോലെ എന്തെങ്കിലും ഒരു കൃത്യം ചെയ്യണം എന്നാലോചിച്ചിരിക്കുന്ന അമ്മമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എന്തെങ്കിലും പ്ലാനോടെ ഇരിക്കുന്നവർ സന്ധ്യയ്ക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ കണ്ടിട്ടെങ്കിലും ഒരു ഭയപ്പാടുള്ളിൽ വരണം. അതിനായി ഇവിടെയുള്ള ഓരോ ജനങ്ങളും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും. താങ്ക് യു.